പകർന്നു നീ ഞങ്ങൾക്ക് വഴികാട്ടിയായെന്നും മാറിയിടണേ. ഭൂമി തൻ സ്പന്ദനമായി വിളങ്ങുന്ന ഗണിതമേ നിന്നെ തൊഴുന്നു ഞങ്ങൾ. അറിവിൻ വെളിച്ചം പകർന്നു നീ ഞങ്ങൾക്ക് വഴികാട്ടിയായെന്നും മാറിയിടണേ. സംഖ്യകൾ രൂപങ്ങൾ ചിഹ്നങ്ങൾ കൊണ്ടു നീ വലിയൊരു ലോകം പണിതുയർത്തി. സംഖ്യകൾ രൂപങ്ങൾ ചിഹ്നങ്ങൾ കൊണ്ടു നീ വലിയൊരു ലോകം പണിതുയർത്തി. അറിയാതെ ഞങ്ങളെ നിത്യം നയിക്കുന്ന, അറിയാതെ ഞങ്ങളെ നിത്യം നയിക്കുന്ന ഗണിതമേ നിന്നെ നമിച്ചിടുന്നു. ഭൂമി തൻ സ്പന്ദനമായി വിളങ്ങുന്ന ഗണിതമേ നിന്നെ തൊഴുന്നു ഞങ്ങൾ. അറിവിൻ വെളിച്ചം പകർന്നു നീ ഞങ്ങൾക്ക് വഴികാട്ടിയായെന്നും മാറിയിടണേ. നിന്നുയർച്ചയ്ക്കായി ഏറെ പ്രയത്നിച്ച ഗുരുതുല്യരെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്നുയർച്ചയ്ക്കായി ഏറെ പ്രയത്നിച്ച ഗുരുതുല്യരെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്നും മനസ്സിൽ കുടിയിരിപ്പാനായി, എന്നും മനസ്സിൽ കുടിയിരിപ്പാനായി ബുദ്ധിയും ശക്തിയും നൽകിടണേ. ഭൂമി തൻ സ്പന്ദനമായി വിളങ്ങുന്ന ഗണിതമേ നിന്നെ തൊഴുന്നു ഞങ്ങൾ. അറിവിൻ വെളിച്ചം പകർന്നു നീ ഞങ്ങൾക്ക് വഴികാട്ടിയായെന്നും മാറിയിടണേ. വഴികാട്ടിയായെന്നും മാറിയിടണേ. വഴികാട്ടിയായെന്നും മാറിയിടണേ. ബഹുമാനിയായ എച്ച്.എം, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഇന്ന് ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി നാം ആചരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഗണിതശാസ്ത്രത്തിന് ഒട്ടേറെ സംഭാവനകൾ ചെയ്യാൻ ഇദ്ദേഹത്തിനായിട്ടുണ്ട്. 1729 എന്ന സംഖ്യ രാമാനുജൻ സംഖ്യയായിട്ട് അറിയപ്പെടുന്നു. ദേശീയ ഗണിതശാസ്ത്ര ദിനത്തിന്റെ ഭാഗമായി ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ സ്കൂളിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിലെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനിയായ എച്ച്.എം ആണ്. ടീച്ചറെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ വേണു പുഞ്ചപ്പാടം സാറാണ്. അദ്ദേഹം പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിരുന്നു. കൂടാതെ 1995 മുതൽ അദ്ദേഹം പാഠപുസ്തക രചന, അധ്യാപക പരിശീലനം, കുട്ടികളുടെ ക്യാമ്പുകൾ, സംസ്ഥാന ഗണിതശാസ്ത്രമേള തുടങ്ങിയവയിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു. ഗണിതശാസ്ത്ര പരിഷത്ത് ശ്രീനിവാസ രാമാനുജ പുരസ്കാര ജേതാവും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാനിയായ എച്ച്.എമ്മിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നെന്തിനാണ് നാം എല്ലാവരും കൂടിയിരിക്കുന്നത്? എന്താണ് ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത? ഡിസംബർ 22 നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്ന്, അല്ലേ? നമ്മളൊരുപാട് ദിനാചരണങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നടത്തി. അതുപോലൊരു ദിനം അത്രയല്ലേ നിങ്ങൾ കരുതുന്നത്? ഇനി മറ്റൊരു ദിനത്തോടും തോന്നാത്ത എന്തോ ഒരു ചെറിയ ഒരു അകൽച്ച ചിലർക്കെങ്കിലും ഈ ഗണിതശാസ്ത്ര ദിനം എന്ന് കേൾക്കുമ്പോഴുണ്ടാകും, അല്ലേ? കാരണം എന്താ? മാത്തമാറ്റിക്സ് എന്ന് കേൾക്കുമ്പോഴേക്കും പലർക്കും ഒരു ഞെട്ടലാണ്. നിങ്ങൾ ഭയപ്പാടോടെ, ചിലപ്പോൾ വെറുപ്പോടെ അകറ്റി നിർത്തിയ ഒരു വിഷയം മാത്തമാറ്റിക്സ്, അല്ലേ? എന്താ അങ്ങനെ
ഗണിതശാസ്ത്രത്തെ അകറ്റി നിർത്താൻ കാരണം? നിങ്ങൾ ഗണിതശാസ്ത്രം എന്ത് ചെയ്തത്? നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും. നിങ്ങൾക്കൊട്ടും മാർക്ക് കിട്ടാത്ത അല്ലെങ്കിൽ മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ് ഗണിതശാസ്ത്രം, അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗണിതശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഭയക്കുന്നു, അല്ലെങ്കിൽ വെറുക്കുന്നു, അല്ലേ? ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ ഒരാൾ ഒട്ടും സ്നേഹിക്കാതെ, ഒട്ടും അടുപ്പിക്കാതെ, നിങ്ങളെ അറിയാൻ ശ്രമിക്കാതെ ഉണ്ടെങ്കിൽ ആ ആളെ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇതേ കാര്യം തന്നെയല്ലേ ഗണിതശാസ്ത്രത്തിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ടാകുക? ഒന്നാലോചിച്ച് നോക്കൂ. തുടക്കം മുതലേ നിങ്ങൾ ഗണിതശാസ്ത്രത്തെ സമീപിച്ചിരിക്കുന്നത് അത്തരത്തിലായിരിക്കും. മറ്റ് വിഷയങ്ങൾക്കില്ലാത്ത ചെറിയൊരു പ്രത്യേകത ഈ വിഷയത്തിനുണ്ട്, അത് ശരി തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റാത്ത, നിങ്ങൾക്ക് ദഹിക്കാത്ത എന്തോ ഒരു സാധനമാണ് എന്നൊരു കാഴ്ചപ്പാടോടുകൂടി അതിനെ ഒട്ടും സൗഹൃദപരമായി സമീപിക്കാതെ നിന്നതുകൊണ്ടാണ് ഗണിതശാസ്ത്രം നിങ്ങളെയും സ്നേഹിക്കാത്തത്, ഇഷ്ടപ്പെടാത്തത്. ശരിയല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ ആ ഒരു വിഷയം പഠിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് മറ്റു വിഷയങ്ങളെ അപേക്ഷിച്ച് കുറച്ചൊന്ന് മെനക്കെടണം. അത് വയ്യ, അപ്പോൾ നിങ്ങൾക്ക് മടിയായി. ആ മടിയോടുകൂടി പഠിക്കുമ്പോൾ മനസ്സിലാകാതെ വരുന്നു. അതിങ്ങനെ തുടർന്ന് പോയി മറ്റ് വലിയ ക്ലാസ്സുകളിൽ എത്തിയപ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു വിഷയം ഒട്ടും തന്നെ ദഹിക്കാത്തതായി മാറി, കടിച്ചാൽ പൊട്ടാത്തൊരു വിഷയമായി തോന്നി. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ എത്തുമ്പോഴേക്കും പ്രത്യേകിച്ചു. ഇത്രയും വൈകിയെങ്കിൽ പോലും നിങ്ങളതിനെ കുറച്ചുകൂടെ ഒന്ന് സ്നേഹത്തോടെ സമീപിച്ച് നോക്കൂ, ഇഷ്ടത്തോടെ ഒന്ന് സമീപിച്ച് നോക്കൂ. ഒരുപക്ഷെ മുൻകാലങ്ങളിലുള്ളത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാത്തതിൻ്റെ പോരായ്മകളുണ്ടാകാം. എന്നാലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അധ്യാപകരുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ അതിനെ ഒന്ന് ഇഷ്ടത്തോടെ സമീപിച്ച് നോക്കൂ. ഇല്ല, എനിക്കും മാത്തമാറ്റിക്സിനെ, ഗണിതശാസ്ത്രത്തെ ഒരു സുഹൃത്തായി കിട്ടണം, അല്ലെങ്കിൽ ഞാനും ഗണിതശാസ്ത്രത്തിൻ്റെ സുഹൃത്തായി മാറണം, അതിന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന ഉറച്ച ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങളൊന്ന് സമീപിച്ച് നോക്കുക ആ വിഷയത്തെ. ഇതുവരെ തോന്നാത്ത ഒരിഷ്ടം അതിനോട് തോന്നും, ഇതുവരെ തോന്നാത്ത ഒരു എളുപ്പം അതിനോട് തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരു വിഷയത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഗണിതശാസ്ത്രത്തിനുള്ളത്. എന്ന് പറഞ്ഞാൽ കുളച്ചണ്ടി മാതിരിയാണ്. കുളച്ചണ്ടി എന്താണെന്നറിയോ? നമ്മൾ എത്ര തട്ടി മാറ്റിയാലും പോവില്ല, വീണ്ടും നമ്മളുടെ അടുത്തേക്ക് വരും. അങ്ങനെ ഒരു കുളച്ചണ്ടിയായി മാറും മാത്തമാറ്റിക്സ്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗണിതശാസ്ത്രത്തോടുള്ള സമീപനം ഒന്ന് മാറ്റി നോക്കൂ. തീർച്ചയായും ഗണിതശാസ്ത്രം നിങ്ങളെയും ഇഷ്ടപ്പെടും. അതുവഴി നിങ്ങൾക്കുള്ള ഈ ഭയം മാറിക്കിട്ടും. മറ്റ് ഏതൊരു വിഷയത്തെക്കാളേറെ നല്ല മാർക്ക് നിങ്ങൾക്ക് നേടാനും വിജയം വരിക്കാനും കഴിയും. പിന്നെ ഈ വിഷയത്തിനുള്ള മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മളതിൽ ഏതെങ്കിലും ഒരു കാര്യം, ഒരു ലക്ഷ്യം നേടാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ, നമ്മളെക്കൊണ്ട് അതിന് കഴിഞ്ഞാൽ അത് തരുന്ന ഒരു ആത്മനിർവൃതി മറ്റൊരു വിഷയത്തിനും തരാൻ കഴിയാത്ത ഒരു ആത്മനിർവൃതി, സന്തോഷം ഈ വിഷയത്തിൽ നിന്നും കിട്ടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, മറ്റെല്ലാ വിഷയത്തെക്കാളും ഏറ്റവും നല്ലത് ഗണിതശാസ്ത്രമല്ലേ? അപ്പോൾ ഇന്ന് മുതൽ അതിനൊന്ന് ശ്രമിക്കുക. എന്തിനാ നമ്മൾ ഈ ദിനാചരണങ്ങളൊക്കെ നടത്തുന്നത്? ഇപ്പോൾ ഗണിതശാസ്ത്ര ദിനം തന്നെ പറയാം, അല്ലെങ്കിൽ ശാസ്ത്രമേളകളുണ്ട്. എന്തിനാ ഈ ശാസ്ത്രമേളകൾ? നിങ്ങൾ പാഠപുസ്തകത്തിൽ നിന്നും പഠിക്കുന്നത് കൂടാതെ പുറമേയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടെ ശാസ്ത്രീയ സമീപനത്തോടു കൂടി മനസ്സിലാക്കുന്നു. അപ്പോൾ കൂടുതൽ ആഴത്തിൽ നിങ്ങൾക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയും. ഇത് തന്നെയാണ് ശാസ്ത്രമേളകളുടെ ഉദ്ദേശം, ദിനാചരണങ്ങളുടെ ഉദ്ദേശവും. ദിനാചരണങ്ങളുടെ ഉദ്ദേശത്തിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ആ ദിനാചരണത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു ചരിത്രമുണ്ടാകും. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയായിരിക്കും ദിനാചരണങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ഗണിതശാസ്ത്ര ദിനാചരണത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും നിങ്ങൾക്കറിയുമോ? നമ്മുടെ ആധുനിക ഗണിതശാസ്ത്രജ്ഞരിൽ, ഭാരതീയ ഗണിതശാസ്ത്രജ്ഞരിൽ പ്രമുഖനും അതീവ
ബുദ്ധിമാനുമായിരുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ രാമാനുജൻ. കേട്ടിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹത്തിൻ്റെ 125ാം ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് 2012 ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഡിസംബർ 22 ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മദിനമായ ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അന്നു മുതലാണ് ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിച്ചത്. ആ 125ാം വാർഷിക സമയത്ത് 2012 ദേശീയ ഗണിതശാസ്ത്ര വർഷമായും ആചരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ദിനാചരണത്തിൻ്റെ ഉദ്ദേശം ശ്രീനിവാസ രാമാനുജനെ ഓർമ്മിക്കുക, അദ്ദേഹത്തെ ഒന്നുകൂടി അടുത്തറിയുക, ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. രാമാനുജനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചെറിയൊരു ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് അപാരമാണ്. സാധാരണ വിദ്യാഭ്യാസം പോലും ലഭിക്കാതിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം വലിയ വലിയ തിയറികൾ ചുരുളഴിക്കുകയുണ്ടായി. വളരെ പ്രശസ്തരായ ഗണിതശാസ്ത്രജ്ഞന്മാരുടെ തിയറികളൊക്കെ ചുരുളഴിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ കഴിവിനെ മാനിച്ച് ലണ്ടൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നൽകുകയുണ്ടായി. അപ്പോൾ ഓർക്കുക, അത്തരം വലിയ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളൊക്കെ അത്രയും ബഹുമതികൾ കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി എത്രത്തോളം അപാരമായിരിക്കുമെന്നുള്ളത്. നിങ്ങളുടെ കുഞ്ഞു മനസ്സിന് ദഹിക്കുന്ന രീതിയിൽ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫസറായിരുന്നു പ്രൊഫസർ ഹാഡി. ഒരു ദിവസം നമ്മുടെ രാമാനുജൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഹാഡി അദ്ദേഹത്തെ കാണാൻ വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫസർ ഹാഡിയുടെ കാറിൻ്റെ നമ്പർ രാമാനുജൻ അറിയാം, 1729, 1729. സംസാര മധ്യേ ഈ രാമാനുജൻ പറഞ്ഞു, 1729 പ്രത്യേകത എന്താണെന്ന് അറിയുമോ? വലിയ രാക്ഷസനായ പ്രൊഫസർ ഹാഡിയോടാണ് നമ്മുടെ രാമാനുജൻ്റെ ഈ ചോദ്യം. അദ്ദേഹം പറഞ്ഞു, എന്താ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഉടൻ തന്നെ രാമാനുജൻ പറഞ്ഞു, 2 സംഖ്യകളുടെ ഘനങ്ങളുടെ തുകയായി 2 തരത്തിൽ എഴുതാൻ കഴിയുന്ന ഒരു സംഖ്യയാണ് ഈ 1729. ഘനം എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ്. അതായത് എ എന്ന സംഖ്യയുടെ ഘനം എന്ന് പറഞ്ഞാൽ എ ക്യൂബ്, എ ഘാതം 3, എ റേസ് ടു 3. അപ്പോൾ 1729 2 സംഖ്യകളുടെ ഘനങ്ങളുടെ തുകയായി 2 തരത്തിൽ എഴുതാം. എന്ന് പറഞ്ഞാൽ 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ് 1729 ആണ്. 10 ഘാതം 3 പ്ലസ് 9 ഘാതം 3 1729 ആണ്. അതൊരു തരത്തിൽ. മറ്റൊന്ന് 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് 12 ഘാതം 3 പ്ലസ് 1 ഘാതം 3 ഇതും 1729 ആണ്. നിമിഷ നേരം കൊണ്ടാണ് രാമാനുജൻ ഈ ഒരു പ്രത്യേകത 1729 എന്ന പ്രൊഫസർ ഹാഡിയുടെ കാറിൻ്റെ നമ്പറിൻ്റെ പ്രത്യേകത പറഞ്ഞു കൊടുത്തത്. ഹാഡി വല്ലാതെ പ്രശംസിച്ചു രാമാനുജൻ്റെ ആ കഴിവിനെ. ഏതായാലും ആ സമയത്ത് ക്ഷയരോഗബാധിതനായ രാമാനുജൻ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്നു. അധികം താമസിയാതെ 1 കൊല്ലത്തിനുള്ളിൽ തന്നെ മരണമടയുകയാണ് ഉണ്ടായത്. ഏതായാലും നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനമായ ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മദിനമായ ഡിസംബർ 22 നാം ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഗണിതശാസ്ത്ര ദിനാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടി, ഇതിൽ നമുക്കൊരു പ്രഭാഷണം നടത്തുന്നത് ഗണിതശാസ്ത്ര മേഖലയിൽ വളരെയധികം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന റിട്ടയർഡ് DEO ആയ നമ്മുടെ പല പാഠപുസ്തക രചന കമ്മിറ്റികളിലും അംഗമായ ന്യൂമാറ്റ്സ് പോലുള്ള
സ്കോളർഷിപ്പ് പരീക്ഷകളുടെ മത്സര പരീക്ഷകളുടെ ക്യാമ്പുകളിൽ കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന അധ്യാപകരുടെ പരിശീലന പരിപാടികളിൽ നേതൃത്വം വഹിക്കുന്ന സംസ്ഥാന ഗണിതശാസ്ത്ര മേളകളിലൊക്കെ സജീവ സാന്നിധ്യമായ ശ്രീ വേണു പുഞ്ചപ്പാടമാണ്. അദ്ദേഹം നമുക്ക് നല്ലൊരു പ്രഭാഷണം നടത്തുന്നതാണ്. ഏതായാലും നമ്മുടെ ഈ ഗണിതശാസ്ത്ര ദിനാചരണത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ബഹുമാന്യനായ ശ്രീ വേണു പുഞ്ചപ്പാടം മാഷെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ സന്തോഷം. എനിക്ക് നിങ്ങളെ കാണാനില്ല, നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഒരു സന്ദർഭത്തിലൂടെയല്ലേ നമ്മൾ പോകുന്നത്. ഡിസംബർ 22 മാത്തമാറ്റിക്സ് ഡേ സംബന്ധിച്ച് വിശേഷപ്പെട്ട ദിവസമാണ്. നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആയി ഡിസംബർ 22 നമ്മൾ 2012 മുതൽ ആഘോഷിക്കുന്നുണ്ട്. 2012 ശ്രീനിവാസിന്റെ 125ാം ജന്മദിനം. നമുക്കറിയാം, ശ്രീനിവാസ രാമാനുജൻ നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാൻ വകയുള്ള ആളാണ്. മാത്തമാറ്റിക്സിൽ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യ എന്ന രാജ്യത്തെ ലോകത്തിനു മുമ്പിൽ ഉയർത്തിക്കാണിച്ച മഹാനാണ് അദ്ദേഹം. നമ്മുടെ തമിഴ്നാട്ടില് 19ാം നൂറ്റാണ്ട് അവസാനം 1887 ഡിസംബർ 22 ആണ് അദ്ദേഹം ജനിച്ചത്. വളരെ ചുരുങ്ങിയ കാലമുള്ളൂ, 33 വയസ്സാവുക 1920 ഡിസംബർ 22 ആണ്. പക്ഷെ അദ്ദേഹം ആ ദിവസം വരെയും നിന്നില്ല. 1920 ഏപ്രിൽ 26 32 വയസ്സും കുറച്ച് മാസങ്ങൾ മാത്രമാണ് അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചതെങ്കിലും ആ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ട്രിഗണോമെട്രിയിൽ അവരുടെ സംഖ്യാപരമായ ഒരുപാട് മേഖലകളിൽ അദ്ദേഹം ഏറെ ശ്രദ്ധേയനായി. നിങ്ങൾക്കറിയും, അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ വായിക്കണം. അറിയില്ലെങ്കിൽ ഹാഡി അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടതും 12 വയസ്സിൽ തന്നെ ഈ ലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്തമാറ്റിക്സിലൊരു ഭയങ്കരനാണെന്ന്. അങ്ങനെയാണ് ഹാഡി ഒരു ലേഖനമൊക്കെ വായിച്ച് ഇദ്ദേഹത്തെ കാണലും അങ്ങനെ കേംബ്രിഡ്ജിലേക്ക് അദ്ദേഹത്തെ വിളിക്കലും അവിടെ വലിയ വലിയ മേഖലകളിലേക്ക് വ്യാപരിക്കലും ഒക്കെ ഉണ്ടായത്. രാമാനുജനെ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസം നന്നായിട്ട്. വേൾഡ് മാത്തമാറ്റിക്സ് ഡേ വേറൊരു ദിവസമാട്ടോ, മാർച്ച് 14 അത് നമ്മള് പൈ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം. പൈ എന്നുള്ള സംഖ്യയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. കുറച്ചു നേരത്തെ സമയം കൊണ്ട് നമുക്ക് ഏറെ വിശദീകരിക്കാനില്ല. വൃത്തായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സംഖ്യ പൈ 3.14 ആണ് ഏകദേശം അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടാണ് അത് വെച്ച മാർച്ച് 14 3 4 മാർച്ച് എന്നുള്ള രീതിയിലാണ് മാർച്ച് 14 ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആഘോഷിക്കുന്നത്. ഡിസംബർ 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആണ്. 2012 മുതലാണ് നമ്മൾ ഇത് ആഘോഷിക്കാൻ തുടങ്ങി. മൻമോഹൻ സിംഗ് ആണെന്ന് പ്രധാനമന്ത്രി. അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ ശ്രീനിവാസ രാമാനുജന്റെ ബാനറുകളൊക്കെ കെട്ടിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളന്ന് ചെറിയ കുട്ടികളാവും. ഈ ദിവസം നിങ്ങളോട് കുറിച്ച് സംസാരിക്കാൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യമാണ്. കാരണം എനിക്കിങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചത് നിങ്ങളുടെ HM സഫീന ടീച്ചർ. അവരൊരു മാത്തമാറ്റിക്സ് ടീച്ചർ ആവുകൊണ്ടും ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് അവരുടെ അടുത്തൊരു സുഹൃത്തും ആവുകൊണ്ടാണ് ടീച്ചർ വിളിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് വെച്ചത്. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെ പറ്റുന്നുള്ളൂ. ലോകം വലിയ കുഴപ്പത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. 17 ലക്ഷം ആളുകൾ ഇപ്പൊ മരണപ്പെട്ടു കേട്ടോ ലോകത്ത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, 17 ലക്ഷം
ആളുകള് മരണപ്പെട്ടു. ഏകദേശം 772 ലക്ഷം ആളുകളിൽ രോഗം വന്നിരിക്കുന്നു ഈ കോവിഡ് മഹാമാരി. ഞെട്ടിക്കുന്ന ഒരു സംഗതി. ഇന്ത്യയിൽ തന്നെ 100 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇന്ത്യയിൽ ഇപ്പൊ രോഗം വന്നിട്ടുണ്ട്. 1 കോടി ആളുകളിൽ ഇന്ത്യയിൽ രോഗം വന്നിട്ടുണ്ട്. എമ്പാടും ആളുകള് ഇന്ത്യയിലും ഏകദേശം 1.5 ലക്ഷം ആളുകളാണ് ഇന്ത്യയിലും മരണപ്പെട്ടിരിക്കുന്നത്. ഈ രോഗത്തിന്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ലോകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ 10,000 ആളെയും എടുത്താൽ അതിലെ 98 ആളുകൾക്ക് രോഗം ഉണ്ടാകുന്നതാണ് അപ്പോഴത്തെ കണക്ക്. ഇന്ത്യയിൽ അത്ര രൂക്ഷമല്ല. ഓരോ 10,000 ആളെ എടുത്താൽ 72 ആളുകൾക്കാണ് ഈ രോഗം വന്നത്. കേരളത്തിൽ ഭയങ്കരാട്ടോ, ഇതിലൊക്കെ ഭയങ്കരമായിട്ടാ കേരളത്തില് രോഗം വന്നിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോ 7 ലക്ഷത്തിലധികം ആളുകൾക്കായി കോവിഡ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യം കേരളത്തിലല്ലേ വന്നത്, ജനുവരി 30 കഴിഞ്ഞ കൊല്ലം. ഈ കൊല്ലത്തിന്റെ ആദ്യം ജനുവരി 30 കേരളത്തിൽ ആദ്യം വന്നത്. ഇവിടെ 7 ലക്ഷം ആളുകളില് നമുക്കറിയാം. അതിന്റെ ഒരു കണക്കൊക്കെ പറഞ്ഞാൽ കേരളത്തിലാകെ 357 ലക്ഷം ആളുകളാണ് ഉള്ളത്. ഓരോ 10,000 ആളെ എടുത്താൽ 198 ആളുകൾക്ക് കേരളത്തില് രോഗം വന്നിട്ടുണ്ട്. 198 ആള്. നിങ്ങൾ മലപ്പുറം ജില്ലയിലല്ലേ? മലപ്പുറം ജില്ലയിലെ കണക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നോക്കട്ടതാട്ടോ. ഞാൻ വെറുതെ മലപ്പുറം ജില്ലയിലെ കുട്ടികളോടല്ലേ വർത്താനം പറഞ്ഞിട്ട് വെറുതെ നോക്കിയപ്പോഴേ ഓരോ 10,000 ആളെ എടുത്താൽ 181 ആൾക്ക് മലപ്പുറത്ത് കോവിഡ് വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഒരു കണക്ക് നോക്കിയപ്പോഴും അങ്ങനെയാണ് കണ്ടത്. മാഷ് പാലക്കാടാട്ടോ. പാലക്കാട് ഇത്രന്നില്ല. ഓരോ 10,000 ആളെ എടുത്താൽ 141 ആൾക്കാണ് ഇപ്പോ കോവിഡ് വന്നിട്ടുള്ളത്. നമ്മുടെ ലോകത്ത് കണ്ടു ഈ വന്ന ആളുകള് ഇപ്പൊ 17 ലക്ഷം ആള് വന്നു പറഞ്ഞില്ലേ? അതേ കുറെ ആളുകള് മരണപ്പെട്ടു കേട്ടോ. 772 ലക്ഷം ആൾക്ക് വന്നു, 17 ലക്ഷം ആള് മരണപ്പെട്ടു പറഞ്ഞ അതിന്റെ അർത്ഥം ലോകത്തില് ഈ രോഗം വന്നവരില് ഓരോ 10,000 ആളിലും 220 ആള് മരിച്ചു കഴിഞ്ഞു. ഓരോ 10,000 ആൾക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 220 ആള് മരിച്ചു ലോകത്ത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് വല്ലാതെ വന്നിട്ടുള്ളത്. അൻഡോറ എന്നുള്ള രാജ്യത്താണ് വല്ലാത്ത തോതിൽ രോഗം വന്നു. അവിടെ ഓരോ 10,000 ആളും ഉണ്ടെങ്കിൽ അതിലെ 980 ആൾക്ക് രോഗം വന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ രോഗം വന്നത് അൻഡോറ എന്നുള്ള രാജ്യത്താണ്. അപ്പോ കേരളത്തിൽ നല്ല വന്നു കേട്ടോ. പക്ഷെ നമ്മള് നോക്കേണ്ടത് എന്താ അറിയോ? ലോകത്ത് 10,000 ആൾക്ക് രോഗം വന്നു വെച്ചാൽ അതിൽ 220 ആൾ മരിച്ചു വെച്ചാൽ അത് ഇന്ത്യയിൽ അത്ര വന്നിട്ടില്ല. എന്നാലും ഉണ്ട് കേട്ടോ, നല്ലോണം ഉണ്ട്. ഓരോ 10,000 ആള് 145 ആള് ഇന്ത്യയിൽ മരിച്ചു. എന്നാൽ കേരളത്തില് നമ്മള് ലോകത്തിന് തന്നെ നമ്മള് മാതൃകയായിക്കൊണ്ടാണ് ഗവൺമെന്റ് മാത്രമല്ല നമ്മളെല്ലാവരും നന്നായി ശ്രദ്ധിക്കൊണ്ട് ഓരോ കേരളത്തില് രോഗം വന്ന 10,000 ആൾക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ 40 ആളെയാണ് അതില് നമ്മള് മരണത്തിന് വിട്ടുകൊടുത്തുള്ളൂ. ലോകത്തിൽ മരിച്ച കണക്കൊക്കെ നോക്കുക വെച്ചാൽ ഏകദേശം ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ എത്ര ആളാ? 2,817 ആളാ മരിച്ചത്. 3,000 താഴെ. ശരിക്കും ലോകത്ത് മരിച്ചവരെ കണക്ക് നോക്കുക വെച്ചാൽ ആ തോതിലിട്ട് കേരളത്തില് രോഗം വന്നവര് മരിക്കുക വെച്ചാൽ കുട്ടികളെ 15,000-ലധികം ആളുകളോ മരിക്കേണ്ടതായിരുന്നു. നമ്മളൊക്കെ ശ്രദ്ധിക്കൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പരാമർശിച്ചെന്തിനാ വെച്ചാൽ ഇന്ന് മാത്തമാറ്റിക്സ് ഡേ എന്ന നിലയ്ക്ക് ഡിസംബർ 22 നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താ നമ്മള് മാത്തമാറ്റിക്സ്, എന്താ മാത്തമാറ്റിക്സിന്റെ പണി? മാത്തമാറ്റിക്സിന്റെ പണി എന്താ വെച്ചാൽ നമുക്ക് ലോകത്തുള്ള കാര്യങ്ങളെ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിനെ മനസ്സിലാക്കുക. അതാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ. വേറൊന്നുമല്ല, ലോകത്തിനെ മനസ്സിലാക്കുക. ലോകത്തിനെ മനസ്സിലാക്കുന്നത് എന്തിനാ? ലോകത്തിനെ നേരെ മനസ്സിലാക്കിയാലാണ് നമുക്ക് നമ്മളെ മനസ്സിലാവുള്ളൂ. നമുക്ക് നമ്മളെ മനസ്സിലായതുകൊണ്ട് എന്താ കാര്യം? നമുക്ക് നമ്മളെ മനസ്സിലായാലല്ലേ നമുക്ക് എന്തായി ലോകത്തിൽ ചെയ്യാനുള്ളത് എന്നുള്ളത്
മനസ്സിലാവുക. അപ്പൊ ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ ലോകത്തെ ആളുകളുടെ ജീവനെ രക്ഷിച്ചെടുക്കുക. അപ്പൊ നിങ്ങൾ മലപ്പുറം ജില്ലയിലെ കുട്ടികളാച്ചാൽ നിങ്ങള് മനസ്സിലാക്കിയെടുക്കണം. 10,000 ആള് മലപ്പുറത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഏകദേശം 47 ലക്ഷം ആളുകളാണ് മലപ്പുറത്ത് കേട്ടോ. അതിലെ ഓരോ 10,000-ലും 181 ആളുകൾക്ക് കോവിഡ് രോഗം വന്നു. അവിടെ എങ്ങനെ എത്ര ആള് ഈ രോഗം വന്ന ആളുകള് ഏകദേശം 85,000-ത്തിലധികം ആളുകൾക്കാണ് വന്നത്. അതിൽ എത്ര ആള് മരണപ്പെട്ടു? 304 ആളാണ് മലപ്പുറത്ത് ഇപ്പൊ മരിച്ചിട്ടുള്ളത്. ഈ 304 ആള് മരിച്ചു പറഞ്ഞാൽ മാഷ് നേരത്തെ പറഞ്ഞ കണക്കിൽ പറഞ്ഞാൽ 10,000 ആൾക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിലെ 36 ആളാണ് മലപ്പുറത്ത് നമുക്ക് മരണപ്പെട്ടത്. അപ്പോ ഇവിടെ നോക്കുമ്പോ മാഷ് വെറുതെ നോക്കി പാലക്കാട് കുറച്ച് ഭേദമായിട്ടാ കാണുന്നത്. രോഗം വന്ന കാര്യത്തിലും അതെ, വന്നോരില് മരണത്തിലേക്ക് പോയവരുടെ കാര്യത്തിലും അതെ. പാലക്കാട് രോഗം വന്ന ആളുകളില് ഓരോ 10,000-ലും 26 ആളാണ് പാലക്കാട് മരിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് അത് 36 ആണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, കുട്ടികൾ എല്ലാവരും പറയുന്നുണ്ട്, എന്നാലും ഇപ്പൊ ചിലവരൊന്നും ഇപ്പോഴും പറഞ്ഞാൽ കേൾക്കണില്ല. മാസ്ക് ഇടണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, വല്ലാതെ കൂട്ടം കൂടിയിട്ട് നടക്കരുത്. ഇതൊന്നും ആൾക്കാർക്ക് ഇപ്പോഴും അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാവണില്ല. അവർക്ക് അടുത്ത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു വെച്ചാൽ നമുക്കിതൊക്കെ മനസ്സിലാക്കാതിരിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങള് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട്, എങ്ങനെയുണ്ട് നിങ്ങളെ പഞ്ചായത്തിൽ എങ്ങനെയുണ്ട്, ഇതെല്ലാം പഠിച്ചുകൊണ്ട് ആളുകളോട് ഇത്തരം കാര്യങ്ങള് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചതിന്റെ ഗുണം കിട്ടുക. നമുക്ക് ലോകത്തെ മനസ്സിലാക്കാനും കഴിയണം. ഈ മനസ്സിലാക്കിയ കാര്യങ്ങള് ആളുകളെ മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് കഴിയണം. അത് എത്ര മറ്റു രീതിയിൽ പല കണക്കുകളും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. എത്ര ഉണ്ട്, ഇത് വന്നിട്ടുണ്ട്, അതില് ഓരോ പ്രദേശത്തും മാറ്റം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഈ കാര്യങ്ങള് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ആവേണ്ടതുണ്ട്. അപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചു. കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ അടുത്ത ഒരു വീഡിയോയില് നിങ്ങളോട് സംസാരിക്കാം. നിങ്ങൾ അടുത്ത വീഡിയോ കൂടി കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. മാത്തമാറ്റിക്സിന്റെ ധർമ്മത്തെ കുറിച്ചാണ് മാഷ് ഇതുവരെ പറഞ്ഞത്. ലോകത്തെ കാര്യങ്ങള് വളരെ എത്ര സങ്കീർണമായ കാര്യങ്ങൾ നമ്മള് മാത്തമാറ്റിക്സ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ആളുകൾക്ക് മനസ്സിലാവും. കാര്യങ്ങളെ സംഖ്യകളാക്കി മാറ്റുക, ഇതാണ് മാത്തമാറ്റിക്സിന്റെ പ്രധാന ധർമ്മം. ആ ധർമ്മത്തെ കുറിച്ച് നമ്മൾ ആദ്യ ഭാഗത്ത് കുറച്ച് മാഷ് പറയാൻ ശ്രമിച്ചതാണ്. ഇനി നിങ്ങളോട് കുറച്ച് പറയാനുള്ളത്, നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. നിങ്ങളിപ്പോ ഹൈസ്കൂളിലെ കുട്ടികളാണ്. മാത്തമാറ്റിക്സ് പിന്നെ പഠിക്കാൻ തുടങ്ങി നന്നായിട്ട്. ഇനി നിങ്ങൾക്ക് ഏറെ മാത്സില് താല്പര്യമുള്ള കുട്ടികൾക്ക് ഏറെ പഠിക്കാൻ പോകുന്നുണ്ട്. ഞാൻ പഠിക്കാൻ പോവുകയാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് മാഷ്ക്ക് പറയാനുള്ളത്, കാര്യങ്ങളെ ക്രിട്ടിക്കലായിട്ട് പഠിക്കണം, വിമർശനാത്മകമായിട്ട് പഠിക്കണം. കേൾക്കുന്നത് അതേപടി അങ്ങോട്ട് കേൾക്കുക എന്നുള്ളതല്ല. ടീച്ചേഴ്സ് നമ്മളെ നല്ല ഹെൽപ്പ് ചെയ്യും. ടീച്ചേഴ്സ് വേണം, നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോഴാണ്. ടീച്ചേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യമൊക്കെ വരും പഠിക്കണം. നമ്മള് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ക്രിട്ടിക്കലായിട്ട് കേൾക്കുക. ചില ഉദാഹരണങ്ങൾ പറയട്ടോ. പക്ഷെ ഈ കുട്ടികളുടെ ക്യാമ്പുകളിലൊക്കെ ഇങ്ങനെ പോകുമ്പോഴ് ഇപ്പൊ ചെറിയ കുട്ടികളുടെ ഒരു ക്യാമ്പാ, അതിന് 3-ാം ക്ലാസ് 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ ഒരു ക്യാമ്പാ, 19 കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ക്യാമ്പ് പോയപ്പോ ഞാൻ തുടക്കത്തിൽ വെറുതെ അവരോട് തമാശക്ക് ചോദിച്ചു, ഞാൻ ചെറിയൊരു കണക്ക് പറയാം, നിങ്ങൾ വേഗം അതിന്റെ ഉത്തരം നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതണം. ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്, ഒരാടിന് 8,000 റുപ്യാണെങ്കിൽ 8,000 റുപ്യാണ് ഒരാടിന് വില, അങ്ങനെ വെച്ചാൽ 2 ആടിന് വില എന്താ ചോദിച്ചു. കുട്ടികൾ വളരെ പെട്ടെന്ന് എഴുതിയിട്ടു. ആ ക്യാമ്പിലുള്ള എല്ലാ കുട്ടികളും എന്നുള്ള പോലെ ഉത്തരം എഴുതി. പക്ഷെ ഒരാൾ മാത്രം ഉത്തരം എഴുതുന്നില്ല. ഞാൻ ആരെടുത്ത് പോയി, അതെന്താ ഉത്തരം എഴുതാത്ത? ഇത് ഇത്ര പണിയുണ്ടോ? ഒരാടിന് 8,000 റുപ്യാണെങ്കിൽ 2 ആടിന് എന്താ വരാ എന്ന് എഴുതാൻ? അപ്പൊ ആ കുട്ടി എന്നോട് ചോദിക്കുക, അതെങ്ങനെ വെച്ചാൽ പറയാൻ പറ്റുക? അതെന്തേ ഒരാടിന് 8,000 റുപ്യ എന്ന് മാഷ് പറഞ്ഞു. 2 ആടിന് അപ്പൊ എത്ര വില എന്ന് പറയണ, 2ാമത്തെ ആടിനെ കാണാതെ പറയാൻ പറ്റുമോ? എനിക്ക് ചിരിയാവുന്നത്. കാരണം കുട്ടി പറഞ്ഞതല്ലേ ശരി.
അപ്പോ ഒരു കണക്ക് വരുമ്പോ ഒരാടിന് 2000 റുപ്യ പറഞ്ഞ രണ്ടാളിന് എന്താ വില, അത് പരീക്ഷയ്ക്കിട്ട് ചോദിച്ചാൽ 16,000 റുപ്യ നമുക്ക് എഴുതാം. പക്ഷേ ആ ചോദ്യം ശരിയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതുപോലെ പല കാര്യങ്ങളും ഇപ്പൊ റേഷ്യോ പ്രൊപ്പോർഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഏതോ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു കണക്ക് കൊടുത്തപ്പോഴും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുകയാണ്. 12 ആളുകളുണ്ട്, ഒരു ജോലിയില്ല, ഇത് തോട്ടത്തിലെ എന്തോ വലിയൊരു ജോലിയാണ്. ആ ജോലി അവർ 20 ദിവസം കൊണ്ട് തീർത്തു, 20 ദിവസം എടുത്തു. അപ്പൊ ചോദ്യം എന്താ വെച്ചാൽ 12 ആളല്ലേ ഉണ്ട്, 16 ആളുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരുമായിരുന്നു? നമ്മൾ കണക്കൂട്ടലുണ്ട് 12 ആള് 20 ദിവസം. അപ്പൊ ഒരു ദിവസം 12 പണി നടക്കും. 20 ദിവസം എന്ന് പറഞ്ഞാൽ 240 പണിയായി. ഈ 240 പണി 16 ആളുണ്ടെങ്കിലോ? 16 ആളുണ്ടെങ്കിൽ നമുക്ക് 240 ഒരു ദിവസം 16 പണി നടക്കും. അങ്ങനെ വെച്ചാൽ 15 ദിവസം കൊണ്ട് തീരും. ഇതാണ് നമ്മുടെ കണക്കൂട്ടല്. അപ്പൊ ഒരു കുട്ടിയുടെ കമന്റ് എന്താ അറിയോ, സാർ അതെങ്ങനെ 12 ആളുകള് 20 ദിവസം കൊണ്ട് ജോലി തീർക്കും, 16 ആളുകളെ എത്ര ദിവസം കൊണ്ട് തീർക്കണം വെച്ചാൽ ഈ പുതുതായിട്ട് വരുന്നവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാ അല്ലേ? ശരിയാണല്ലോ. ചിലപ്പോ വളരെ ഉഴപ്പന്മാരാച്ച 20 ദിവസം കൊണ്ട് തീരില്ല. ഞാൻ പറയണത് നമ്മൾ കണക്ക് പഠിക്കുമ്പോഴേ ക്രിട്ടിക്കലായിട്ട് പഠിക്കണം എന്ന് പറയണത് ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ കേറി വരണം. അപ്പോഴാണ് നമ്മുടെ കണക്ക് പഠനം നന്നാവുക. ഇപ്പോ നമുക്കറിയാം, ഒരു ചോദ്യം വരികയാണ്. പല രീതിയിൽ നമുക്കൊരു ചോദ്യത്തിനെ സമീപിക്കാം. ഇപ്പോ ഒരു ചെസ് ടൂർണമെന്റ് നടക്കുക, ചെസ് ടൂർണമെന്റ് ആട്ടോ. ആ ചെസ് ടൂർണമെന്റ് നടക്കാൻ ഓണാഘോഷത്തിന് ക്ലബ്ബുകാര് ഒരു ടൂർണമെന്റ് നടത്താൻ തീരുമാനിച്ചു. അപ്പൊ ബിരു ഞെട്ടിപ്പോയി. ആളുകൾ രജിസ്റ്റർ ചെയ്തപ്പോ 128 ആളാണ് രജിസ്റ്റർ ചെയ്ത്. ചെസ്സാണ്. ഈ 128 ആള് രജിസ്റ്റർ ചെയ്തതിപ്പോ ഒരു ദിവസം കൊണ്ട് തീരണതാ ഓണാഘോഷം. അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിപ്പോ എത്ര ദിവസം തീരണം? ചെസ് കളിക്കുമ്പോ 2 ആളെ കളിക്കുക. വിരാച്ച ഒരാളൊക്കെ വിന്നർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൈസ് ആയിരുന്നു. ഒരാളെ ഏറ്റവും ടോപ്പ് ആയ ആളെ കണ്ടുപിടിക്കുമ്പോൾ വേഗം ക്ലബ്ബുകാർ കമ്മിറ്റിയെ കൂടിയിട്ട് അവർ തീരുമാനിച്ചു മത്സരം നോക്കൌട്ട്. എന്താ നോക്കൌട്ട് എന്ന് പറഞ്ഞാൽ തോറ്റാൻ പുറത്ത്. 128 ആളും കിട്ടാം, 2 ആളെ കളിക്കാൻ പറ്റും ഒരേ സമയം. എന്തോ ഭാഗ്യത്തിന് ഒരു മത്സരം ഡ്രോ ഇല്ല, സമനിലയൊന്നും ആയില്ല. എല്ലാ മത്സരത്തിനും റിസൾട്ട് ഉണ്ടായി. തോറ്റാൻ പുറത്താവുകയും ചെയ്യും. എന്നാലും കുറെ കളി വേണ്ടി വന്നുണ്ടാവും. എത്ര കളി വേണ്ടി വന്നുണ്ടാവും? ചുരുങ്ങിയത് എത്ര കളി വേണ്ടി വന്നുണ്ടാവും? ഞാൻ വെറുതെ ചോദിച്ചു. കുട്ടികൾ കണക്കാക്കാൻ തുടങ്ങി. 128 ആള്. ആദ്യം 64 കളി നടക്കും. ഫസ്റ്റ് റൗണ്ട് 64 കളി നടക്കും. ഈ 2 ആളെ 64 ഭാഗത്ത് നടക്കാലോ. അത് കഴിഞ്ഞ് 64 ആള് തോൽക്കും, 64 ആള് ജയിച്ചു. അപ്പൊ അടുത്ത റൗണ്ട് 32 കളി വരും. അടുത്ത റൗണ്ട് 16 കളി വരും. അടുത്ത റൗണ്ട് 8 കളി വരും. അടുത്ത റൗണ്ട് 4 കളി, 2 കളി, ഫൈനൽ. അങ്ങനെ ഒരു കളി. ഇതൊക്കെ പാടെ കൂട്ടിയാൽ മതി. ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് കുട്ടികൾ ഉത്തരം കണ്ടുപിടിച്ചു. ഈ ചർച്ച വന്നപ്പോഴും രസമുണ്ടായി. ഈ കണക്ക് അധികമൊന്നും അറിയില്ല എന്നാ പറയുക ഒരു കുട്ടിക്ക്. അങ്ങനെയാണ് അവര് പറച്ചില്. അവനധികം കണക്കൊന്നുമില്ല, പരീക്ഷയ്ക്ക് മാർക്കില്ല എന്നാ. പക്ഷെ കണക്കധികമൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി ഈ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടിയിട്ട് 64, 32, 16, 8 ഇതൊക്കെ പാടെ കൂട്ടി അതിന്റെ ഉത്തരം കണ്ടുപിടിക്കൽ കണ്ടപ്പോ ഇവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാ ഇതിനൊക്കെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടേ? 128 ആളല്ലേ, തോറ്റ പുറത്താവെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഒരാളല്ലേ ജയിക്കുക. അപ്പൊ 127 ആള് പുറത്തായിട്ടുണ്ടാവില്ലേ? അപ്പൊ നമുക്ക് വേഗം പറഞ്ഞോടെ, ഇങ്ങനെയൊക്കെ കണക്കാക്കേണ്ട കാര്യമുള്ളോ? 127 കളി ഉണ്ടാവും. ഓരോരുത്തരും തോൽക്കാൻ ഓരോ കളി വേണ്ടേ? ഒരാളല്ലേ ജയിക്കണത്. ഇതാണ് നമ്മള് കണക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടായി വരേണ്ട സ്വഭാവം. ഞാൻ അതുകൊണ്ട് കുട്ടികളെ എന്തായാലും നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കൂളിലെ മാഷ് നമ്മുടെ ഈ ലോകത്തെ ഈ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറിയാൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വരണമെന്നുണ്ട്. സഫീന ടീച്ചറ് വരണ്ടാന്ന് പറയില്ല എന്ന് കരുതണോ? സഫീന ടീച്ചറോട് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ നേരിട്ട് വന്ന് കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും മാഷ് വരാം. നിങ്ങളുടെ സ്കൂളിനും നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്കും നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകർക്കും
നമ്മുടെ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആശംസകള് സന്തോഷപൂർവം ഈ പാലക്കാട്ട് നിന്ന് ഈ മാഷ് വേണു മാഷ് നേരുന്നു. നന്ദി, നമസ്കാരം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസംബർ 22 ഗണിതശാസ്ത്ര ദിനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ ജീവചരിത്രക്കുറിപ്പാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഗണിതശാസ്ത്രത്തിലെ അത്ഭുത പ്രതിഭയാണ് ശ്രീനിവാസ രാമാനുജൻ. ഭാരതം കണ്ട പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമായ ഡിസംബർ 22 ഇന്ത്യയിൽ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. 33 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും ഒരു ഗണിതശാസ്ത്രജ്ഞന് എത്തിച്ചേരാവുന്ന ഏറ്റവും ഉയരത്തിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തമിഴ്നാട്ടിലെ ഈറോഡിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. പഠനകാലത്ത് ഗണിതത്തിൽ എന്നും ഒന്നാമനായിരുന്നു. പക്ഷെ മറ്റു വിഷയങ്ങളിൽ ഒട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോളേജ് പഠനം തുടരാനായില്ല. എങ്കിലും ഗണിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് സ്വയം ഗവേഷണങ്ങൾ നടത്തി. തന്റെ കണ്ടെത്തലുകൾ തപാൽമാർഗൾ ലോകത്തിലെ പ്രഗത്ഭ ശാസ്ത്രജ്ഞനെ എത്തിച്ചു കൊടുത്തു. അക്കാലത്തെ പ്രഗത്ഭനായ ഗണിതശാസ്ത്രജ്ഞനായ GH ഹാർഡിയുടെ പക്കലും രാമാനുജന്റെ കുറിപ്പുകൾ എത്തി. ആ വായനയിൽ ഹാർഡി രാമാനുജന്റെ അത്ഭുത പ്രതിഭയെ തിരിച്ചറിഞ്ഞു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയാവാൻ ഹാർഡി അദ്ദേഹത്തിന് അവസരം നൽകി. ഈ കാലയളവിൽ രാമാനുജൻ ലോകത്തോട് നൽകിയ സംഭാവന ചെറുതല്ല. അന്തർദേശീയ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 1920 ഏപ്രിൽ 26 ആ മഹത്തായ ഗണിതശാസ്ത്രജ്ഞൻ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നും തീരാ നഷ്ടമായി ആ 33 വയസ്സുകാരന്റെ വിയോഗം ഭാരതവും ലോകവും ഒരു വിങ്ങലോടെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നവജ്യോതി കെ കമ്പനിയെ ഗണിതത്തിന്റെ മാറ്റത്തെ കുറിച്ച് ഒരു ചെറിയ മാറ്റമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ആശയം പണം എടുക്കാൻ ശ്രമിക്കില്ല. എന്താ ആശയം? കുഴപ്പമൊന്നുമില്ല, ഈ മക്കളെ വിളിക്കാൻ അവരും കാണട്ടെ. ഇപ്പൊ വിളിക്കാശാണ്. അതിലൊരുത്തൻ ആണാണോ പെണ്ണാണോ ഇരട്ടീവനാണോ സിറ്റീവനാണോ ദൈവത്തിനറിയാം. നാട്ടു കുറച്ചൊന്നും പറയാതാ വിവരദോഷി. അവരൊക്കെ നന്നായി തന്നെ വിടും. ഏതായാലും നീ മക്കളെ വിളി. ഓ ശരിയാ ശരി. മക്കളെ നിങ്ങളെ ഗണിതാശയം വിളിക്കുന്നു, എല്ലാവരും വരും. ഞാനാണ് ഈ കുടുംബത്തിലെ രണ്ടാമൻ. ഞാൻ മൂന്നാമൻ. ഞാൻ ഈ കുടുംബത്തിലെ 4ാമൻ. ഞാൻ 5ാമനാണ് കേട്ടോ. ഞാൻ 6ാമനും. ഞാൻ 7ാമൻ. ഞാൻ ഈ കുടുംബത്തിലെ 8ാമൻ. ഞാനാണ് ഈ കുടുംബത്തിലെ ഏറ്റവും വലിയവൻ 9ാമൻ. ആശാനെ 1ാമനെയും 0നെയും കാണുന്നില്ലല്ലോ. 0 കാണിച്ചിരിക്കുന്നുണ്ട്. 1ാമൻ ആശാനെ 1ാമൻ. 1ാമൻ 1ാമൻ 1ാമത് എത്തിയാണ്. ഞാനാണ് ഈ വീട്ടിലെ 1ാമൻ. 1ാമൻ. എടാ എന്തായാ 0 വേണോടാ. അവിടെ കാണിച്ചിരിക്കുന്നുണ്ട് 0 നാലിക്കാണ് കേറി വേണം. അജ് 0 മണ്ടച്ചാലെ മൊട്ടത്തലയാ മൊട്ട സുബി. മണ്ടച്ചാലെ മൊട്ടത്തലയാ മൊട്ട സുബി. മണ്ടച്ചാലെ മൊട്ട. നിങ്ങൾ ആരാണ് കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ നിങ്ങളുടെ അനിയനല്ലേ. നിങ്ങൾ കണ്ടോളൂ. അവനാവും ഈ വീട്ടിൽ ഏറ്റവും വലിയ ബാപ്തിമേ. കാണിക്കാതെ ബാ. നീ എന്തിനാ കഴിയുന്നത്? അവരുടെ മുമ്പിൽ നീയല്ലേ ഏറ്റവും വലിയ വില കാണിച്ചു കൊടുക്കേണ്ടത്. നീ അവരുടെ മുമ്പിൽ ഒരിക്കലും കറിയരുത്. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് നീ വലിയ ആളാവുന്നു. മനോഹരേ, എവിടെ നിങ്ങൾ എല്ലാവരും? എല്ലാവരും വരൂ. എന്താണ് പൂജ്യം? ഞങ്ങളെ വിളിച്ചോ? അത് വിളിച്ചു. നിങ്ങൾക്ക് എന്നെ വില കാണണോ? അതെ കാണണം. എന്നാൽ രണ്ടോളി കൂട്ടുവന്ന് എന്നെ ഇവിടെ നിൽക്കൂ. ഇപ്പോൾ എത്രയായിരുന്നു എണ്ണി നോക്കൂ മനോഹരേ. 20. ഇപ്പോൾ എത്രയായി? 20. ഇനിയും നിങ്ങൾക്ക് എന്നെ വില കാണണോ? അതെ കാണണം. എന്നാൽ എല്ലാവരും വന്ന് ഓർഡറിൽ നിൽക്കൂ. 9, 8, 7 അങ്ങനെ നിൽക്കൂ. ഇപ്പോൾ എത്രയായി ഒന്ന് എണ്ണി നോക്കൂ. 998 കോടി
അമ്പോ, എന്തൊരു വലിയ സംഖ്യ. ഇനി നിങ്ങൾക്ക് എന്നെ വില കാണണോ? അതെ കാണണം. ഇനി നിങ്ങൾക്ക് എന്നെ വില കാണണോ? അതെ കാണണം. ഞാനും കൂടി നിൽക്കാം. ഇപ്പോൾ എത്രയായിരുന്നു എണ്ണി നോക്കൂ. 987 കോടി 65 ലക്ഷത്തി 43,210 അമ്പോ, എന്തൊരു വലിയ സംഖ്യ. ആരാ കേമൻ? നീ തന്നെയാ കേമൻ. ആരാ വലിയവൻ? നീ തന്നെയാ വലിയവൻ. ആരാ വലിയവൻ? നീയേ വലിയവൻ. ആരാ കേമൻ? നീയേ കേമൻ. ലോക സമസ്ത സുഖിനോ ഭവന്തു. വിശ്വവിഖ്യാതമായ പൂജം, വിശ്വവിഖ്യാതമായ പൂജം, വിശ്വവിഖ്യാതമായ പൂജം. നന്ദി, നമസ്കാരം. Hello everybody, it's Ria Fatima. Now sing the mathematics song. What ready? Let's start. Math is magic, math is magic. Learning math is fun, learning math is fun. Math is school of sciences, math is school of sciences. Math is always true, math is always true. Addition, subtraction, multiplication and division. Interesting topic. Math is interesting, math is exciting, math is interesting, math is exciting. I love maths. Let us learn with joy. I love maths. Let us learn with joy. I love maths. Thank you. Bye bye. ഹായ് കൂട്ടുകാരെ, ഞാൻ നുഹാ റഷീദ് 3B ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു മാജിക്കുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഗണിത മാജിക്. ഈ മാജിക് ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. റെഡിയല്ലേ? ഞാൻ പറയുന്ന പോലെ ചെയ്യാമോ? ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ വിചാരിക്കുക. ആ സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടി. അതിനോട് 8 കൂട്ടുക. ഇപ്പോൾ വീണ്ടും ഒരു ഉത്തരം കിട്ടിയില്ലേ? അതിനെ 2 കൊണ്ട് ഹരിക്കുക. ഈ സംഖ്യയിൽ നിന്നും ആദ്യം വിചാരിച്ച സംഖ്യ കുറക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഉത്തരം കിട്ടിയില്ലേ? അതെന്താണെന്ന് ഞാൻ പറയട്ടെ. 4. ഇതല്ലേ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം. എങ്ങനെയുണ്ട് മാജിക്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാർക്ക് മാജിക് കാണിച്ചു കൊടുക്കണേ. ബൈ. നമസ്കാരം. പ്രസിദ്ധ ഭാരതീയ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ശ്രീനിവാസ രാമാനുജനെ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന GH ഹാർട്ടി സന്ദർശിക്കാൻ ചെന്ന ടാക്സിക്കാരന്റെ നമ്പറായിരുന്നു 1729. ഈ സംഖ്യ രാമാനുജൻസ് നമ്പർ അഥവാ രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നു. 1729നെ ഹാർഡി രാമാനുജൻ നമ്പർ എന്നും വിളിക്കുന്നു. രാമാനുജൻസ് നമ്പറിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 2 വ്യത്യസ്ത സംഖ്യകളുടെ ഘനങ്ങളുടെ തുകയായി 2 വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് രാമാനുജൻസ് നമ്പർ. 10⁻3 അധികം 9⁻3 അഥവാ 1000 അധികം 729 ഈസ് ഈക്വൽ ടു 1729. രണ്ടാമത്തെ രീതി 1⁻3 അധികം 12⁻3 അതായത് 1 അധികം 1728 ഈസ് ഈക്വൽ ടു 1729. രാമാനുജൻ സംഖ്യയുമായും രാമാനുജന്റെ ജീവിതവുമായും 26 എന്ന സംഖ്യ എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 1729നെ 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതാം. മൾട്ടിപ്പിൾസ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് 7 ഗുണം 13 ഗുണം 19. ഈ അഭാജ്യ ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ അഭാജ്യ ഘടകത്തിന്റെയും ഏറ്റവും വലിയ അഭാജ്യ ഘടകത്തിന്റെയും തുക 26 അത് മധ്യത്തിലുള്ള സംഖ്യയുടെ ഇരട്ടിയാണ്.
അടുത്തതായി ആദ്യത്തെ 26 എണ്ണൽ സംഖ്യകളുടെ തുകയും ആദ്യത്തെ 26 ഒറ്റ സംഖ്യകളുടെ തുകയും ആദ്യത്തെ 26 ഇരട്ട സംഖ്യകളുടെ തുകയും കൂട്ടുമ്പോൾ 1729 കിട്ടും. സം ഓഫ് 26 natural numbers plus sum of first 26 odd numbers plus sum of first 26 even numbers is equal to 1729. ആദ്യത്തെ 26 എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. സം ഓഫ് n natural numbers is equal to n into n plus 1 by 2. അതായത് 26 എണ്ണൽ സംഖ്യകളുടെ തുക 26 into 27 by 2 is equal to 351. അടുത്തതായി 26 ഒറ്റ സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. സം ഓഫ് n odd numbers is equal to n square. അതായത് 26 ഒറ്റ സംഖ്യകളുടെ തുക 26 സ്ക്വയർ is equal to 676. 26 ഇരട്ട സംഖ്യകളുടെ തുക n into n plus 1. 26 into 27 is equal to 702. ഇനി നമുക്ക് ഈ തുകകളുടെ തുക കണ്ടെത്തിയാലോ. 351 അധികം 676 അധികം 702 സമം 1729. വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഗണിതശാസ്ത്ര മേഖലയ്ക്ക് വിലമതിക്കാനാവാത്തത്ര സംഭാവനകൾ നൽകിയ ശ്രീനിവാസ രാമാനുജന്റെ ജീവിതം തന്റെ 32ാമത്തെ വയസ്സിൽ 1920 ഏപ്രിൽ 26 അനന്തതയിൽ ലയിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേ അഥവാ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. നന്ദി. ചൊല്ലാൻ പഠിച്ചു ഞങ്ങൾ ഒന്നാം തരത്തിലെ കൂട്ടുകർണങ്ങൾ രണ്ടെന്നു ചൊല്ലാൻ
പഠിച്ചു ഞങ്ങൾ ഓടാനും ചാടാനും കാലുകൾ 2. 3 ചെല്ലാൻ പഠിച്ചു ഞങ്ങൾ തേങ്ങയ്ക്കു കണ്ണുകൾ 3 എണ്ണമല്ലോ. 4 ചെല്ലാൻ പഠിച്ചു ഞങ്ങൾ മാൻകിടാവിനു കാലുകൾ 4. 5 ചെല്ലാൻ പഠിച്ചു ഞങ്ങൾ ഒരു കയ്യിൽ 5 വിരലാണല്ലോ. 6 ചെല്ലാൻ പഠിച്ചു ഞങ്ങൾ തുമ്പിക്കു കാലുകൾ 6 എണ്ണമല്ലോ. 7 ചെല്ലാൻ പഠിച്ചു ഞങ്ങൾ മഴവില്ലിനേഴു നിറമാണല്ലോ. 8 ചെല്ലാൻ പഠിച്ചു ഞങ്ങൾ ചിലന്തിക്കു കാലുകൾ 8 ആണല്ലോ. 9 ചെല്ലാൻ പഠിച്ചു ഞങ്ങൾ നഗരെന്ന കല്ലുകൾ 9 ആണല്ലോ. 10 ചെല്ലാൻ പഠിച്ചു ഞങ്ങൾ ഇരുകൈ വിരലുകൾ 10 ആണല്ലോ. My name is Sashinu Gobik. I am studying 6th B class in GHS Panipara. Today I am presenting speech on Mathematics Day. The laws of nature are but the mathematical thoughts of God. Euclid. Respected principal, teachers and students, Srinivasa Ramanujan was the world-renowned Indian mathematician. He is also known as the man who knew infinity. This great mathematician was born on December 22 at Road in Tamil Nadu. His birthday is being celebrated as National Mathematics Day. He was an outstanding mathematician who lived during the British rule. He lived just for 32 years, but during the short lifespan, he introduced many useful theorems in mathematics. Definitely, we can say that Srinivasa Ramanujan was a new mathematical genius in the world. He made numerous contributions in several areas of mathematics, especially number theory and infinite series. His talent and efficiency was recognized by G.H. Hardy, who arranged for him to be a student at Cambridge University. The modern students are being depend upon computer. In my opinion, the students are being the slaves of technology and mourning like a robot at 21st century. We need a creative brain like Srinivasa Ramanujan at the present stage. The creative brain should be molded in the classrooms. It is my message in this day observation. Thank you. Jai Hind. ഫ്രണ്ട്സ്, നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു ഗണിത പസിലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ, ആലോചിച്ച് ഉത്തരം പറയണം. തുടങ്ങട്ടെ. ഒരു പൂച്ചക്കുട്ടൻ ഓടിച്ചാടി നടക്കുന്നതിനിടെ കാൽ വഴുതി ഒരു കുഴിയിൽ വീണു. ദിം 10 മീറ്റർ താഴ്ചയുള്ള വലിയ കുഴിയാണ്. പൂച്ചക്കുട്ടൻ പതുക്കെ കുഴിയിൽ നിന്ന് കയറാൻ തുടങ്ങി. കുഴിയുടെ വശങ്ങളിൽ നിന്ന് മണ്ണിടിയുന്നത് കൊണ്ട് വളരെ പതുക്കെയാണ് പൂച്ചക്കുട്ടന് കയറാൻ പറ്റിയുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് 3 മീറ്റർ കയറും. എന്നാൽ അടുത്ത മണിക്കൂറിൽ പാവം പൂച്ചക്കുട്ടൻ കാൽ വഴുതി 2 മീറ്റർ താഴേക്ക് വീഴുകയും ചെയ്യും. എന്നാൽ അതിനടുത്ത മണിക്കൂറിൽ പൂച്ചക്കുട്ടൻ വീണ്ടും 3 മീറ്റർ കയറും. അങ്ങനെ എത്ര മണിക്കൂർ കൊണ്ട് പൂച്ചക്കുട്ടന് മുകളിൽ എത്താൻ കഴിയും? ഇതാണ് ചോദ്യം. ആലോചിച്ച് ഉത്തരം കണ്ടുപിടിക്കുക. ഉത്തരം കിട്ടിയവർ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. വൈകുന്നേരം ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ബൈ. I am Anjal. I will sing the shape song. I am square. I have 4 sides. I am square. I have 4 sides. We are squares. We have 4 sides. We are squares. We have 4 sides. 1, 2, 3, 4. We are squares. I am circle. I go round and round. I am circle. I go round and round. We are circles. We go round and round. We are circles. We go round and round. Round and round. We are circles.
I am triangle, I have three sides. I am triangle, I have three sides. We are triangles, we have three sides. 1, 2, 3. We are triangles. We are shapes, we are everywhere. We are shapes, we are everywhere. Look around, we are everywhere. Look around, we are everywhere. Thank you. നമസ്കാരം, എൻ്റെ പേര് നാജിയ, 8C ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ കഥയുടെ പേര് മാംഗല്യം. 1ഉം 0ഉം പ്രണയാബന്ധരാണ്. സംഖ്യാലോകത്തുള്ള ജനങ്ങൾക്കെല്ലാം ഇതറിയാം. മനസ്സുകൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞതുമാണ്. കാരണം 1 എല്ലാവരുടെയും ഓമനപുത്രനാണ്, 0 അതിസുന്ദരിയും. അങ്ങനെ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. സംഖ്യാലോകത്തുള്ള ജനങ്ങളുടെ അനുഗ്രഹാശിസ്സുകളോടെ അവർ വിവാഹിതരായി. അവർക്ക് ആദ്യത്തെ മകൻ ജനിച്ചു. കണ്ടവർ പറഞ്ഞു, ഇവൻ അച്ഛനെപ്പോലെ തന്നെ. ഇത് കേട്ട് 1 അഭിമാനത്തോടെ പറഞ്ഞു, യെസ്, ഈസ് എക്സാക്ട്ലി ലൈക്ക് മീ ബിക്കോസ് 1 + 0 = 1. അങ്ങനെ മകന് കൂട്ടായി മകളും ജനിച്ചു. അവൾ അമ്മയുടെ തനി പകർപ്പ് തന്നെ. കാലചക്രം നീങ്ങിക്കൊണ്ടിരിക്കെ അവർക്ക് 3ാമത്തെയും 4ാമത്തെയും കുഞ്ഞ് പിറന്നു. 3ാമത്തെ കുഞ്ഞ് അച്ഛനെപ്പോലെയും 4ാമത്തെ കുഞ്ഞ് അമ്മയെപ്പോലെയും. ഇത് കേട്ട 1ഉം 0ഉം പറഞ്ഞു, 1 - 0 = 1. 0/1 = 0. അങ്ങനെ അവർക്ക് 5ാമത്തെ കുഞ്ഞു പിറന്നു. രൂപത്തിൽ അച്ഛനെപ്പോലെയാണെങ്കിലും സ്വഭാവത്തിൽ അവൻ വിപരീതക്കാരനായിരുന്നു. അവൻ്റെ പരാതികൾ കേട്ടുകേട്ടും മടുത്ത അച്ഛൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, 0 - 1 = -1. ജീവിത നൗക അല്ലലില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് 6ാമത്തെ കുഞ്ഞു പിറന്നു. കണ്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. അയ്യോ, ഇത് എന്തു ജന്മം! അമ്മയും അച്ഛനും കരച്ചിലോട് കരച്ചിൽ. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ കാണിച്ചെങ്കിലും ആരും ഇതിന് ഉപാധി കണ്ടെത്തിയില്ല. ആരെങ്കിലും ഇതിന് ഉപാധി കണ്ടെത്തുമോ? 1/0 = 1 അല്ലല്ലോ. 1/0 = 0 അതുമല്ലല്ലോ. ആരെങ്കിലും ഇതിന് ഉപാധി കണ്ടെത്തുമെന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താത്തിനും തകതേതാര തകതിനും തകതേതാര താത്തിനും തകതകതിനും തകതകതിനും തകതേതാര താത്തിനും തകതേതാര തകതിനും തകതേതാര താത്തിനും തകതകതിനും തകതകതിനും തകതേതാര. ഞാനും പോസിറ്റീവ്, നീയും പോസിറ്റീവ്. നമ്മൾ തമ്മിൽ ഗുണിച്ചിട്ടു പോസിറ്റീവ് ചിഹ്നം ചേർത്തിടേണം. ഞാനും പോസിറ്റീവ്, നീയും പോസിറ്റീവ്. നമ്മൾ തമ്മിൽ ഗുണിച്ചിട്ടു പോസിറ്റീവ് ചിഹ്നം ചേർത്തിടേണം. തക തക താത്തിനും തകതേതാര തകതിനും തകതേതാര താത്തിനും തകതകതിനും തകതകതിനും തകതേതാര താത്തിനും തകതേതാര തകതിനും തകതേതാര താത്തിനും തകതകതിനും തകതകതിനും തകതേതാര. ഞാനും പോസിറ്റീവ്, നീയും നെഗറ്റീവ്. നമ്മൾ തമ്മിൽ ഗുണിച്ചിട്ടു നെഗറ്റീവ് ചിഹ്നം ചേർത്തിടേണം. ഞാനും പോസിറ്റീവ്, നീയും നെഗറ്റീവ്. നമ്മൾ തമ്മിൽ ഗുണിച്ചിട്ടു നെഗറ്റീവ് ചിഹ്നം ചേർത്തിടേണം. ഞാനും പോസിറ്റീവ്, നീയും നെഗറ്റീവ്. നമ്മൾ തമ്മിൽ ഗുണിച്ചിട്ടു നെഗറ്റീവ് ചിഹ്നം ചേർത്തിടേണം. തക തക താത്തിനും തകതേതാര തകതിനും തകതേതാര താത്തിനും തകതകതിനും തകതകതിനും തകതേതാര താത്തിനും തകതേതാര തകതിനും തകതേതാര താത്തിനും തകതകതിനും തകതകതിനും തകതേതാര. ഞാനും നെഗറ്റീവ്, നീയും നെഗറ്റീവ്. നമ്മൾ തമ്മിൽ ഗുണിച്ചിട്ടു പോസിറ്റീവ് ചിഹ്നം ചേർത്തിടേണം. ഞാനും നെഗറ്റീവ്, നീയും നെഗറ്റീവ്.
നമ്മൾ തമ്മിൽ ഗുണിച്ചിട്ടു പോസിറ്റീവ് ചിഹ്നം ചേർത്തിടേണം. തക തക താത്തിനും തക തൈതാര തകതിനും തക തൈതാര താത്തിനും തക തകതിനും തക തകതിനും തക തൈതാര. നമസ്കാരം. ഷംന സിറ്റി എട്ടിടി. ഗണിതശാസ്ത്രത്തിലെ ഒരു അത്ഭുത പ്രതിഭയാണ് ശ്രീനിവാസ രാമാനുജൻ. അദ്ദേഹം കൈകാര്യം ചെയ്ത ഗണിതശാസ്ത്ര മേഖല പോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പ്രഹേളികയായി തുടരുന്നു.
അനന്തതയെ അറിഞ്ഞവനെന്നാണ് രാമാനുജന്റെ ജീവചരിത്രം എഴുതിയ റോബർട്ട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഭാരതീയ ഗണിതശാസ്ത്ര സവിശേഷതകൾ മുഴുവൻ രാമാനുജനെ സംഗമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രാമാനുജന്റെ 125ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2012 ഗണിത വർഷമായി ആചരിക്കുകയുണ്ടായി. ആ വർഷം മുതലാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 22 ഇന്ത്യയിൽ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഭാരതം കണ്ട ഏറ്റവും പ്രഗത്ഭശാലിയായ ഗണിതശാസ്ത്രജ്ഞനാണ് രാമാനുജൻ. കേവലം 33 വർഷം കൊണ്ട് തന്നെ ഒരു ഗണിതശാസ്ത്രജ്ഞന് എത്താൻ കഴിയുന്ന ഉയരങ്ങളിലെല്ലാം അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ശ്രീനിവാസ് അയ്യങ്കാളിയുടെയും കോമള ലതാളിന്റെയും പുത്രനായി 1887 ഡിസംബർ 22 തമിഴ്നാട്ടിലെ ഏറോഡ് എന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ചു. പഠനകാലത്ത് ഗണിതത്തിൽ ഒന്നാമനായിരുന്ന ശ്രീനിവാസൻ മറ്റു വിഷയങ്ങളിൽ ഒട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല. പയ്യുടെ മൂലം 4 ദശാംശം വരെ കണ്ടുപിടിച്ച് സഹപാഠികളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം. സ്കോളർഷിപ്പിന്റെ സഹായത്തോടെയാണ് കുണ്ടോളം സർക്കാർ കോളേജിൽ അദ്ദേഹം ചേർന്നത്. ഗണിതത്തോടുള്ള അതീവ താല്പര്യം മൂലം മറ്റു വിഷയങ്ങളിൽ അദ്ദേഹം തോൽക്കുകയുണ്ടായി. അതോടെ കോളേജ് പഠനവും തുടരാനായില്ല. ഔദ്യോഗികമായ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചെങ്കിലും നോട്ട് ബുക്കുകളിൽ ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സ്വയം ഗവേഷണം നടത്തുവാനും തുടങ്ങി. ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാത്തതിനാൽ തന്നെ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗണിതത്തിലെ മാറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം കണ്ടുപിടിച്ചവയും പലതും അതിനു മുന്നേ ആളുകൾ തെളിയിച്ചവയും ഉണ്ടായിരുന്നു. സ്കൂൾ പഠനകാലത്ത് ജി സ്കർ എഴുതിയ സ്പിനോസിസ് ഓഫ് എലമെന്റ്സ് റിസൾട്ട് ഇൻ പ്യൂർ മാത്തമാറ്റിക്സ് എന്ന ഗ്രന്ഥം അദ്ദേഹത്തിന് കൂട്ടായി വന്നു. വർഷങ്ങളോളം അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വികസിപ്പിക്കുവാനും അദ്ദേഹം സമയം കണ്ടെത്തി. 1912 മദ്രാസിലെ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ അദ്ദേഹം ജോലിക്ക് ചേർന്നു. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ മറ്റുള്ളവരിൽ അറിയിക്കാൻ അദ്ദേഹം തപാൽ എഴുതാനും തുടങ്ങി. അങ്ങനെയുള്ള കത്തുകളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതം വരെ മാറ്റിമറിക്കാൻ ഉടലെടുത്തത്. ഏറ്റവും പ്രശസ്തനായിരുന്ന ഗണിതശാസ്ത്രജ്ഞനായിരുന്നു GH ഹാർഡി. GH ഹാർഡിയുടെ അടുത്ത് രാമാനുജന്റെ തപാലെത്തി. ആ തപാലിൽ നിന്ന് തന്നെ രാമാനുജൻ എന്ന അത്ഭുത സൃഷ്ടിയെ GH ഹാർഡിക്ക് മനസ്സിലായി. അദ്ദേഹം കേന്ദ്ര യൂണിവേഴ്സിറ്റിയിലേക്ക് രാമാനുജനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി. 1913 രാമാനുജൻ ഇംഗ്ലണ്ടിലെത്തുകയും 5 വർഷം അവിടെ തുടരുകയും ചെയ്തു. ഏതൊരു സംഖ്യക്കും അതിന്റേതായ പ്രത്യേകത ഉണ്ടാകുമെന്ന രാമാഭിപ്രായത്തിനോട് യോജിച്ച ഗുരുവായ GH ഹാർഡി തന്റെ കാറിന്റെ നമ്പറായ 1529 ഗുണം പറയാൻ പറഞ്ഞു. 2 വ്യത്യസ്ത സംഖ്യാചുക്കളുടെ ക്യൂബുകളുടെ തുകയായി എഴുതാൻ സാധിക്കും, അതും 2 വിധത്തിൽ, അതും ഏറ്റവും ചെറിയ സംഖ്യ. തന്റെ ശിഷ്യനെ അറിയാവുന്ന ഗുരുവിന് ഇതൊട്ടും അത്ഭുതകരമല്ലായിരുന്നു. 1919 അദ്ദേഹം ക്ഷയരോഗബാധിതനാവുകയും ഇംഗ്ലണ്ടിൽ നിന്ന് പോരുകയും ചെയ്തു. 1920 ഏപ്രിൽ 26 ആ അത്ഭുത പ്രതിഭ നമ്മളിൽ നിന്നും വിട പറഞ്ഞു. നന്ദി. നമസ്കാരം, എന്റെ പേര് നാജിയ. ഞാൻ 9th ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് ഫാദിയ. ഞാൻ 5B ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഗണിതത്തെ കുറിച്ച് ഒരു ലഘു നാടകം. നാടകത്തിന്റെ പേര് സൗന്ദര്യ പിണക്കം. ഞങ്ങൾ ഇവിടെ നാടകം ആരംഭിക്കുകയാണ്. ഞാൻ ത്രികോണം, ഞാൻ വൃത്തം. തലയില്ലാത്തവളെ നിനക്കെന്താണ് ഇത്ര വലിയ ഗമ? എന്താ നീ വിളിച്ചത്? തലയില്ലാത്തവളെന്നോ? വലിയ പത്രാസൊന്നും കാട്ടല്ലേ. നിനക്ക് 3 തലയുള്ളത് ശരി തന്നെ, എനിക്ക് തലയില്ലെങ്കിൽ എന്താ? ഒന്നാന്തര കേന്ദ്രമുണ്ടല്ലോ. ഓ, അതാണ് ഇത്ര വലിയ കാര്യം. നിന്നെ പോലെ ഒരു വശത്തേക്ക് മുഖം കോട്ടുന്ന സമ്പ്രദായമൊന്നും ഞങ്ങൾക്കില്ല. കേന്ദ്രത്തിന് ചുറ്റും ഒരേ അകലത്തിലാണ് എന്റെ വൃത്തം നൽകി. അതറിയാമോ നിനക്ക്? ഒരു കോമ്പസ് ഉണ്ടെങ്കിൽ ഒരു ബിന്ദു കേന്ദ്രമാക്കി കുട്ടികൾക്ക് എന്റെ ചിത്രം വേഗത്തിൽ വരയ്ക്കാം. ഓ, അപ്പോൾ നീ വലിയ സുന്ദരിയാണെന്നല്ലേ നിന്റെ ഭാവം? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് വല്ല ബന്ധുവലവും ഉണ്ടോ? നിനക്ക് എന്താണ് ഇത്ര വലിയ ബന്ധുവലം? ഞങ്ങൾ എന്തെല്ലാം തരം ത്രികോണങ്ങളുണ്ട്. 3 വശവും തുല്യമായ സമഭുജ ത്രികോണം, എന്നാൽ 2 വശം മാത്രം തുല്യമായ സമഭാജ്യ ത്രികോണം. ഇനി 3 വ്യത്യസ്തമായ വിഷമഭുജ ത്രികോണം. കഴിഞ്ഞോ? ഇല്ല. ഒരു കോൺ 90 ഡിഗ്രിയായ മട്ട ത്രികോണം. വേറെയും കുറെ വിഭാഗങ്ങളുണ്ട് ഞങ്ങളുടെ ഇടയിൽ. ആട്ടെ, നിങ്ങൾക്ക് എന്താണ് ബന്ധുവലത്തെ കുറിച്ച് പറയാനുള്ളത്? എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങളുടെ ലോകം വിശാലമാണ്. ഒരു ബിന്ദു കേന്ദ്രമാക്കി അനേകം വൃത്തങ്ങൾ വരയ്ക്കാം. അത്തരം വൃത്തങ്ങൾക്കാണ് ഏകകേന്ദ്ര വൃത്തങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ നിനക്ക് വശങ്ങളില്ലല്ലോ. 3 വശങ്ങൾ 3 കോണുകൾ. 3 കോണുകൾ കൂട്ടിയാൽ 150 എന്ന സുന്ദരനായ സംഖ്യയെ കിട്ടുകയും ചെയ്യും. ആഹാഹാ, വശങ്ങളില്ലെങ്കിൽ എന്താ? ആരമുണ്ട്, വ്യാസമുണ്ട്, കൂടാതെ ഞാണുകളുമുണ്ട്. എപ്പോഴും ഒരു ആരത്തിന്റെ ഇരട്ടിയായിരിക്കും വ്യാസം. നിർത്തുന്നുണ്ടോ നിന്റെ പുരാണ പറച്ച്? ത്രികോണത്തിന്റെ 2 വശങ്ങൾ കൂട്ടിയാൽ 3ാമത്തെ വശത്തേക്കാൾ നീളം കൂടുകയും ചെയ്യും. ആഹാഹാ, അങ്ങനെ എത്ര കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. അങ്ങനെയെങ്കിൽ എനിക്കും കുറെ പറയാനുണ്ട്. പ്രകൃതിയിൽ എവിടെ നോക്കിയാലും എന്റെ രൂപം കാണും.
സൂര്യൻ, ചന്ദ്രൻ, കണ്ണിലെ കൃഷ്ണമണി, അങ്ങനെ പലതും. ബഹളം കേട്ട് ചതുരവും സമചതുരവും രംഗത്തേക്ക്. എന്താണ് ഇവിടെ ഒരു കശപിശ? മതി മതി കശപിശയൊക്കെ. നമ്മളെല്ലാവരും ജാമിനീയ രൂപങ്ങളാണ്. എന്നും ഒന്നിച്ചു നിൽക്കണം. വൃത്തത്തെയും ത്രികോണത്തെയും വേഗം ഷേക്കാൻഡ് കൊടുത്ത് പിണക്കം മാറ്റണം. വൃത്തത്തിന്റെയും ത്രികോണത്തിന്റെയും കൊച്ചു സൗന്ദര്യ പിണക്കം ഇവിടെ അവസാനിച്ചു. ഞങ്ങളുടെ നാടകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി. ആദരണീയനായ നമ്മുടെ മുഖ്യാതിഥി ശ്രീ വേണു പുഞ്ചപ്പാടം സാർ, ബഹുമാനപ്പെട്ട നമ്മുടെ HM സഫീന ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കുട്ടികളെ, രക്ഷിതാക്കളെ, ഗണിതശാസ്ത്ര ലോകത്തെ മഹാപ്രതിഭയായ ശ്രീനിവാസ രാമാനുജൻ്റെ ഈ ജന്മദിനത്തിൽ ഗണിതത്തെക്കുറിച്ച് 2 വാക്ക്. കുട്ടികൾക്കെല്ലാം പേടി സ്വപ്നമാണ് ഗണിതം. ഗണിതത്തെ പലരും ഒരു കഷായമായാണ് കാണുന്നത്. കണ്ണടച്ച് മൂക്ക് പൊത്തിപ്പിടിച്ച് ഒറ്റ വലിക്ക് കുടിക്കും. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഗണിതം ഒരു കഷായമല്ല, മറിച്ച് ഒരു നെല്ലിക്ക പോലെയാണ്. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യം തന്നെ നമ്മുടെ ഈ ഗണിതശാസ്ത്ര ദിന പരിപാടി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ വേണു പുഞ്ചപ്പാടം സാറിന് ഞാൻ സ്കൂളിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട HM സഫീന ടീച്ചർക്കും സ്വാഗതം ആശംസിച്ച മാത്സ് കൺവീനർ ഷിജി ടീച്ചർക്കും എൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഗണിതം എന്ന ആശയത്തെ വിവിധ പരിപാടികളിലൂടെ ഭംഗിയായി അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക്, അതുപോലെ കുട്ടികൾക്ക് അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നൽകിയ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും, ഈ പരിപാടിക്ക് വേണ്ടി ഇതിൻ്റെ പിന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായിട്ട് നിങ്ങളെ അറിയിക്കുന്നു. നമസ്കാരം.